KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളെ കൂട്ടമായി അപമാനിക്കുകയായിരുന്നു ഗതാഗത മന്ത്രി CP ജോൺ ചെയ്തത്. മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നവർ ദാരിദ്ര്യം അഭിനയിച്ചുകൊണ്ടാണ് സൗജന്യ യാത്രയ്ക്കായി പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറാൻ എത്തുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ അധിക്ഷേപം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ്. ഗവൺമെന്റ് ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ അധിക്ഷേപിക്കുന്ന പരാമർശമാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നടത്തിയത്. മലയാളികളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ മന്ത്രി ദരിദ്രരായി അഭിനയിച്ചാണ് പല സ്ത്രീകളും KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടത്തുന്നത് എന്ന് പരിഹസിച്ചു. ഇവർ KSRTC ബസ്സിൽ തള്ളിക്കയറുകയാണ്. പ്രസംഗം സ്ത്രീകളെ അപമാനിക്കലല്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം ഇത് മെച്ചപ്പെടുത്തുന്നതിലേക്ക് കേരളം ഉണരണം എന്ന് ഞാൻ വീണ്ടും സ്റ്റേറ്റ് ചെയ്യുന്നു. അതിന് വിവാദമാക്കേണ്ടവർക്കാക്കാം യാതൊരു പരാതിയും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരുടെ അവകാശമാണ്. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ പരാമർശം അല്പം മയപ്പെടുത്തിയുള്ള ന്യായീകരണം. ഇതെന്റെ പ്രസംഗത്തിന്റെ സ്പിരിറ്റ് എന്താണ്? ടെക്സ്റ്റിലോ അതിന്റെ ഡെലിവറിയിലോ ചിലപ്പോൾ പാളിച്ചു പറ്റിയിട്ടുണ്ടാവാം. തള്ളിക്കയറുന്നത് പറയുന്നതിന് പകരം പറയേണ്ടിയിരുന്നില്ല. തള്ളിക്കയറുന്നുള്ള വാക്കിനെ ഇനി ഉപയോഗിക്കാതിരിക്കാം. എന്നാൽ മന്ത്രിയുടെ പ്രസ്താവന തള്ളിക്കൊണ്ട് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ എതിർസ്വരമുയർന്നു. ഗവൺമെന്റ് നൽകിയ അവരുടെ അവകാശമാണ്, അത് സൗജന്യമല്ല, അവരുടെ അവകാശമാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.